Hi friends, welcome to YouTube channel. Now, in this video, we will discuss the matter Electroneum coin hard fork. Okay, now Electroneum coin hard fork is airdrop. We will discuss this video. If channel, subscribe. Electronero, that is ETNX coin. If you have details, electronero.org website details. അതുപോലെ തന്നെ നമുക്ക് കാണാം 2 ദിവസം കൂടി ഇതിന്റെ ബാലൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എയർഡ്രോപ്പിൽ നിങ്ങൾക്ക് ഇത് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഡേയ്സ് അതായത് 2 ദിവസത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഓക്കെ, 2 ഡേയ്സ് അത് 2 ദിവസം കൂടി ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏകദേശം ഇതിന്റെ ടോട്ടൽ സപ്ലൈ ETNXന്റെ ടോട്ടൽ സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ് 30-ാം തീയതിയാണ് ഇതിന്റെ ഹാർഡ് ഫോർക്ക് വരുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി ഈ ETNXകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇലക്ട്രോണിയം കോയിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള കോയിൻസ് ഹാർഡ് ഫോർക്കിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ മേജർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കോയിൻസ് ഇലക്ട്രോണിക് കോയിൻസ് ഹോൾഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ETN കോയിൻസ് നിങ്ങൾ ഇലക്ട്രോണിയത്തിൻ്റെ ഒഫീഷ്യൽ വാലറ്റിലേക്ക് സെൻഡ് ചെയ്ത് അതിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മെയ് 30-ന് ശേഷം നിങ്ങൾക്ക് ഒരു ETN കോയിന് ഒരു ETNX എന്ന ലെവലിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ അത് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് ഫോർക്ക് വിൽ ഹാപ്പൻ അറ്റ് ഹൈറ്റ് 307,000. അതായത് ഈ ബ്ലോക്ക് ഹൈറ്റിലാണ് ഇലക്ട്രോണിയത്തിൻ്റെ ഹാർഡ് ഫോർക്ക് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ETN കോയിന് 1 ETNX എന്നുള്ള റേഷ്യോ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കോയിൻ കിട്ടും. അതായത് നിങ്ങളുടെ കയ്യിൽ 1000 കോയിൻസ് ഉണ്ടെങ്കിൽ 1000 ETNX നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ETN ഉണ്ടെങ്കിൽ എല്ലാവരും ഹോൾഡ് ചെയ്യുക. മെയ് 30 വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ETNX കോയിൻ കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രോണിയം കോയിൻ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇവരുടെ എയർ ഡ്രോപ്പ് നടക്കുന്നുണ്ട് ETNXന്റെ. നമുക്ക് എയർ ഡ്രോപ്പ് വഴിക്കും ഇത് പങ്കെടുത്ത് ETNX കോയിൻ കളക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വഴിക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അതല്ലാതെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് വഴിക്ക് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ ടെലിഗ്രാം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങളുടെ ലിങ്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് വഴിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എയർ ഡ്രോപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലാൻഡിംഗ് പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. അപ്പോൾ ഇത് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ആദ്യം തന്നെ കാണുക. അപ്പോൾ നിങ്ങൾ ഇതിലാദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇതിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കിവിടെ കാണാം രജിസ്റ്റർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ രജിസ്റ്റർ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ടാബ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നെയിം കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളൊരു ഇമെയിൽ ID എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിന് ശേഷം ഈ ക്യാപ്ച ക്ലിയർ ചെയ്ത് സൈൻ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. നിങ്ങളുടെ ഇമെയിലേക്ക് അപ്പോൾ തന്നെ ഒരു കൺഫർമേഷൻ ഇമെയിൽ വരുന്നതാണ്. നിങ്ങൾ മറക്കാതെ എന്തായാലും ഇമെയിൽ നിങ്ങൾ വെരിഫൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കിവിടെ മെയിൽ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഓൾറെഡി നിങ്ങൾക്കൊരു കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു ഇമെയിൽ വരും. നിങ്ങൾ ആ മെയിൽ കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ മെയിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗോ ടു ബൗണ്ടി പേജ് എന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടി പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ടാസ്കുകളുണ്ട്. അതായത് അവരുടെ ട്വിറ്റർ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ടാസ്കുകൾ. ഈ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മൾ എയർ ഡ്രോപ്സ് മുമ്പ് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ മുമ്പ് എയർ ഡ്രോപ്സ് പങ്കെടുത്തുകൊണ്ടിരുന്നത് ഈ ERC20 വാലറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ERC20 വാലറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്തേറിയം ബേസ്ഡ് ടോക്കൺസിന് മാത്രമായിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോണിയം എത്തേറിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്കണോ കോയിനോ അല്ല. അതുകൊണ്ട് നമുക്ക് ERC20 വാലറ്റ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളിപ്പോൾ എന്തായാലും ഇതിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ കോയിൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് കാണാം. ജോയിൻ ഇലക്ട്രോണിക് തൊട്ടപ്പുറത്ത് കാണാം നമുക്ക് ടെലിഗ്രാം ചാറ്റ് ഗ്രൂപ്പ്. നിങ്ങൾ ഈ ടാബിലൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരുടെ ടെലിഗ്രാം ചാറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് ഫോളോ ഇലക്ട്രോണിയം ഓൺ ട്വിറ്റർ. അതായത് ഈ ട്വിറ്ററിൻ്റെ ടാബ് കാണാം. ഈ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അവരുടെ ട്വിറ്റർ പേജ് നമ്മൾ ഫോളോ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഈ കമൻറ്റ്, ഈ ട്വീറ്റ് നമ്മൾ ട്വീറ്റ് ചെയ്യണം. നിങ്ങളിത് ഫേക്കായിട്ട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവില്ല. നിങ്ങളിത് ഈ കമൻറ്റ് ട്വീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ട് താഴെ കാണാം ക്ലെയിം ട്വിറ്റർ. അതായത് നിങ്ങൾ ഈ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് എന്ന് പറഞ്ഞ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അൺക്ലെയിംഡ് എന്നായിരിക്കും കാണിക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്ലെയിംഡ് എന്ന ഓപ്ഷൻ കാണാം.
അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ആൻഡ് ജനറേറ്റ് ഓഫ്ലൈൻ വാലറ്റ്. അതായത് നിങ്ങളുടെ വാലറ്റും നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സും ക്രിയേറ്റ് ചെയ്യുന്ന പോർഷനാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഓഫ്ലൈൻ വാലറ്റ് എന്നുള്ള വശത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സിപ്പ് ഫയലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് കാണാം. അതായത് ഇതാണ് നിങ്ങളുടെ പേപ്പർ വാലറ്റ്. സാധാരണ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ്. ഇതാണ് പബ്ലിക് വാലറ്റ് അഡ്രസ്സ്. അപ്പോൾ ഈ വാലറ്റ് അഡ്രസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളിത് PDF ആയിട്ട് ഫയൽ ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെലിഗ്രാം ചാനൽ വഴി നമ്മളിത് വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പൂടെ കാണാം നിങ്ങളിവിടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടെലിഗ്രാം ചാറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിത് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആദ്യം തന്നെ അതിൽ ജോയിൻ ചെയ്യുക. അതിന് ശേഷം ഇവിടെ കാണുന്ന ഇലക്ട്രോണിയോ ബൗണ്ടി ബോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഓക്കെ, നിങ്ങൾ ടെലിഗ്രാം ETN ബൗണ്ടി ബോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെലിഗ്രാം വിൻഡോ ഓപ്പൺ ആവും. നമുക്കിവിടെ കാണാം ഞാനിവിടെ വെരിഫൈ ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വെരിഫൈ ചെയ്യാൻ പറഞ്ഞ് ഒരു മെസ്സേജ് വരും. നമ്മൾ വീണ്ടും ആ വെരിഫൈ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കും പ്ലീസ് എൻ്റർ യുവർ റെഫറൽ കോഡ്. അതായത് നമ്മൾ ഈ റെഫറൽ കോഡ് ഇത് നമ്മളിവിടെ ക്യാൻസൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു വട്ടം മാത്രമേ ഇതിൻ്റെ മെസ്സേജ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഇത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ റെഫറൽ കോഡ് എൻ്റർ ചെയ്യാം. നമുക്ക് റെഫറൽ കോഡ് എവിടെ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം റെഫറൽ കോഡ് കോപ്പി എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾ ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടത് ഇവിടെ കാണാം ഇവിടെ എൻ്റെ വെരിഫൈഡ് എന്നുള്ള ഫെയിലിയർ ആയിരുന്നു. കാരണം ഞാനിവിടെ ടെലിഗ്രാം ചാറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് എനിക്കത് ഫെയിലിയർ ആയിരുന്നു. ഞാൻ ശേഷം വീണ്ടും അത് വെരിഫൈ ചെയ്തു. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ വരും നിങ്ങളുടെ ETNX അഡ്രസ്സ്. അതായത് നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഓഫ്ലൈൻ വാലറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഫുൾ ലെറ്റേഴ്സ് നിങ്ങൾ കോപ്പി ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മിസ്സായി പോകും. അത് മുഴുവനായിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി അത് വെരിഫൈഡ് ആവും. നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ ബാലൻസ് കാണാം. ബാലൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ എത്ര ബാലൻസ് കിട്ടിയിട്ടുണ്ടെന്ന് കാണാം. ഓക്കെ, അതിനുശേഷം ഡാഷ്ബോർഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കോയിൻസ് കയറിയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ETNX കോയിൻസ് എയർ ഡ്രോപ്പ് വഴിക്ക് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ചാൻസ് ആണ് ഇത് കോയിൻസ് ഏൺ ചെയ്യാനുള്ളത്. കാരണം 2 ദിവസം കൂടി ഇതിന് ബാലൻസ് ഉള്ളൂ. മെയ് 30-ാം തീയതി ഇതിൻ്റെ ഹാർഡ് ഫോർക്ക് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്തായാലും ഇത്രയും കോയിൻസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് ETN കോയിൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ ഇലക്ട്രോണിയത്തിൻ്റെ ഒഫീഷ്യൽ വാലറ്റിൽ അത് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഹാർഡ് ഫോർക്ക് കോയിൻസ് കിട്ടാനത് ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.